ഹലോ കൃഷിക്കൂട്ടുകാരെ, ഏവർക്കും കുഞ്ചൂസ് ഫാം ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്കിന്ന് പൂക്കാറായതും പൂത്തു വിളവ് തന്നുകൊണ്ടിരിക്കുന്നതുമായ മുളക് ചെടിക്ക് ഒരു സൂപ്പ് അല്ലെങ്കിൽ ടോണിക്ക് കൊടുക്കാനുള്ള സാധനങ്ങളെ പറ്റി നോക്കാം. അതിനായി ഇന്നത്തെ പച്ചക്കറി വേസ്റ്റ് തന്നെ എടുക്കാം. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കൊന്നയില, അല്പം ആര്യവേപ്പിന്റെ ഇല, മുട്ടത്തോട്, ഏത്തപ്പഴത്തിന്റെ തൊലി, അല്പം മഞ്ഞൾപ്പൊടി. ഇന്ന് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയത്, അപ്പോൾ അതിനായിട്ട് എടുത്ത വാളംപുളി, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. പച്ചക്കറി വേസ്റ്റ് ചെറുതായി മുറിച്ച് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചെടുക്കാം. അരയ്ക്കാനുള്ളതിൽ ഞാൻ അല്പം കട്ടൻ ചായയും കൂടി ചേർത്താണ് അരയ്ക്കുന്നത്. ഇനിയിപ്പോൾ ചായവെള്ളം ഇല്ലെങ്കിൽ അല്പം കഞ്ഞിവെള്ളമോ പച്ചവെള്ളമോ ആയാലും മതി. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചത്. 2 പ്രാവശ്യം അരച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ അരച്ച മിശ്രിതം നന്നായിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ അളവിലൊന്ന് കണക്കിന് എടുത്തിട്ട് ഈ അരച്ചു വെച്ച മിശ്രിതത്തിൽ നിന്ന് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുക്കാൻ മറക്കരുത്. അരിപ്പയിൽ അരിച്ചെടുക്കുക. അതിനുശേഷം ഒരു സ്പ്രേയറിൽ ഒഴിച്ച് മുളക് ചെടിക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് മുളക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഒരു ടിന്നിൽ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വേണം വെക്കാനായിട്ട്. കുട്ടികൾ എടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എന്നിട്ട് എല്ലാ ആഴ്ചയിലും നമുക്ക് ഈ ചെടികൾക്ക് കൊടുക്കാം. ചീര ഒഴികെ നമുക്ക് എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. ചുവട്ടിലൊഴിക്കുമ്പോൾ ചെടിയുടെ വേര് നമുക്കിപ്പം നമ്മൾ ചെടിയെടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ചെടിയെ ശ്രദ്ധിക്കുമ്പോൾ ചെടിയുടെ വേര് പുറത്താണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് മണ്ണിട്ട് ആ വേര് മൂടിയതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ചുവട്ടി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? കൊന്നയിലയിട്ട് മൂടുക. അതിനുശേഷം പോട്ടി മിക്സ് ഇട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള മണ്ണ് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിട്ട് നമ്മൾ ആ കൊന്നയിലയുടെ പുറത്ത് അതിട്ട് ക്രമീകരിച്ച് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കിയ പോട്ടി മിക്സിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. നമ്മളിത് കൊടുക്കുമ്പോൾ ചെടിക്ക് നൈട്രജൻ, കാൽസ്യം, പൊട്ടാഷ്, ചെറിയ അളവിൽ മൈക്രോ ന്യൂട്രൻസ് കിട്ടുന്നതാണ്. കൂടാതെ തണ്ടിൽ സ്പ്രേ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നത് വെച്ചാൽ നമുക്ക് അറിയാം, ഇന്ന് ഇഷ്ടം പോലെ കീടങ്ങളാണ് നമ്മുടെ മുളക് ചെടിയെ ബാധിക്കുന്നത്. കുരുടിപ്പും വെള്ളീച്ചയും മുഞ്ഞയും നീരിട്ട് കുടിക്കുന്നതെല്ലാം. അപ്പോൾ ഈ നമ്മളിപ്പം സ്പ്രേ ചെയ്തത് അത് എല്ലാം പൊക്കോളും. കീട നിയന്ത്രണവും നമുക്ക് ഇതിനോടൊപ്പം നടത്താവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ പറിച്ചു വെച്ച് ഗ്രോബാഗിലേക്ക് പറിച്ചു വെക്കാനായിട്ട് നഴ്സറി ചെടികളുണ്ടല്ലോ, ചെറിയ പ്ലാന്റ്, അത് ഒരിക്കലും അതിനൊന്നും കൊടുക്കരുത്. ചെറിയ ചെടികൾക്ക് കൊടുക്കരുതെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, മുട്ട ഉപയോഗിക്കാത്തവർ കാണും ഇതിനകത്ത് അല്ലേ, നമ്മുടെ ഇത് കാണുന്നവർ കാണും. അപ്പോൾ അവരോർക്കും, ഞങ്ങൾ മുട്ട ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവർ എന്നായിരുന്നു, മുരിങ്ങയില 2 ടേബിൾ സ്പൂൺ എടുത്ത് ഇതിൻ്റെ കൂടെ അരച്ച് റെഡിയാക്കിയാൽ മതി. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.